ലോക്ക്ഡൗൺ ഡേ 3-ലെ ഒരു വിശേഷമാണിത് അല്ലേ? മീൻ കിട്ടി. അപ്പം ഇന്ന് പോയപ്പോൾ എന്തായാലും സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ മീൻ കിട്ടി. അത് പരവമീനാട്ടോ, അതെ, പച്ചപ്പരവ മുഴുത്തതാണ് കിട്ടിയത്. പക്ഷെ സാധാരണ ഇതിൻ്റെ പകുതിയുള്ളതാണ് കിട്ടാറ്, ഇത്രയും വലുത് കിട്ടാറില്ല. അതുകൊണ്ട് ഇത് രണ്ടാക്കി നമുക്ക് സ്ലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പം അതിൻ്റെ അതേ ഇവിടെ അതേ അരികൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചിറക് വാല് ഞാൻ കട്ട് ചെയ്തായിരുന്നു, എന്താ കാണാത്ത വാലിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു, ക്ലീൻ ചെയ്തതേ. ഇത് വെട്ടാൻ എളുപ്പമാണ്, ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനല്ലേ, തരി തരുണ്ട്. ഇത്രയും ചെതുമ്പലം ഉള്ളത്, കുഞ്ഞ് ചെതുമ്പലം അറ്റത്തൊക്കെ ഇച്ചിരിച്ചേ ഉള്ളതേ ഉള്ളൂ. വേസ്റ്റ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ അകത്തുള്ള വേസ്റ്റ് മാറ്റാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കണ വേസ്റ്റ് മാത്രമേ അമ്മ എടുത്തിട്ടുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം പീസാക്കുമ്പോൾ. ഇത്രയും വലുതായതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ ഭാഗമൊക്കെ ഇത് ഭയങ്കര സോഫ്റ്റായി മീൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഒടുങ്ങി പറഞ്ഞു പോരും. അതുപോലെ അത്രയ്ക്ക് സോഫ്റ്റായത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. കൊല്ലം പരവ. അതെ, അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. പരവമീൻ ഉണക്കിയ സാധാരണ ഇത് കിട്ടാറ്. ചില സീസണിൽ ഈ പച്ചപ്പരവ വരും. അങ്ങനെ ഇത് വെച്ച് എന്നാ നമ്മൾ ഉണ്ടാക്കാൻ, ഇത് വെച്ച് ദേ അവിടെ അടുക്കളയിൽ ചെല്ലുമ്പോൾ കണ്ടോട്ടോ, അവിടെ ഒരു മാണ്ടമാങ്ങ പറിച്ച് ചേരിപ്പുണ്ട്. ആ മാങ്ങയും കൂടെ ഇട്ട് ഉള്ളിയൊക്കെ ചേർത്തുള്ള മപ്പാസ്, മീൻ മപ്പാസ്. അടിപൊളി. അടിപൊളി. ചിറക് അപ്പം ഇതിൻ്റെ വലിപ്പമൊന്ന് കാണാൻ പറഞ്ഞ കാര്യം അപ്പയാണ് മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ കത്തി ഒന്ന് രാണ്ടായിരുന്നു, മൂർച്ച കുറഞ്ഞെന്ന് തോന്നുന്നു കത്തിയുടെ. കൈ എടുക്കണം. അപ്പം എന്നോട് കൊണ്ടുവന്ന് പറഞ്ഞു നല്ല മുഴുത്താണ്. ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച്. ഇപ്പോൾ എടുത്തപ്പോഴാണ് ഇത്രയും മുഴുപ്പുണ്ടെന്ന് കണ്ടത്. അല്ലേ, നല്ല വെളിച്ചം പോലെ. അത് പരവയുടെ നിറം അങ്ങനെയാണല്ലോ. ഇനി എന്നാന്നറിയാമോ, അതെ കല്ലുപ്പ അല്ലേ, കഴുക ഉപ്പിട്ട് ഉരച്ച് കഴുക. അത് ഉരയ്ക്കാൻ പറ്റൂല, ഇത് ഉടഞ്ഞു പോകും. ഭയങ്കര സോഫ്റ്റാണ്. 2 നേരത്തിൽ കൂടുതൽ ഇത് ഇരിക്കൂല, കാരണം അലുത്ത് പോകും തിളപ്പിച്ച. അതുകൊണ്ടാണ് ഇത്രയും കൂടെ മീൻ ഇരിപ്പുണ്ട്. 9 എണ്ണോറ്റുണ്ട്. ഞാൻ 4 എണ്ണം എടുത്തോളൂ. 1, 2, 3, 4, 5 എണ്ണം എടുത്തോളൂ. ഇനി 4 എണ്ണം ഇരിപ്പുണ്ടപ്പം. ഇനി നമുക്കിതേ പതുക്കെ ഒന്ന് ചുറ്റിക്കോ പാടുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഉടഞ്ഞു പോകും. അപ്പോൾ ഈ കല്ലുപ്പ് ഇരുമ്പുളിയൊക്കെ ഇട്ട് കഴുകി ഇരുമ്പുളിയൊക്കെ ഇട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഉളുമ്പെല്ലാം പോകും മീനിൻ്റെ. അതിനാണ് ഉപ്പിട്ടരച്ചത്. ഉരയ്ക്കാൻ പറ്റൂല, ഞാൻ പറഞ്ഞില്ലേ, ഉടഞ്ഞു പോകും. തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഉടയും കൊച്ചെ. പക്ഷെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. ഞാനിവിടെ വന്നാൽ ഈ മീൻ കണ്ട പരവമീൻ. ഒഴിക്കട്ടെ, വെള്ളം ഒഴിക്കട്ടെ. അകത്തെ അഴുക്കൊക്കെ മാറ്റുന്നത്. ഇത് നെയ്യാണ്. അത് എടുത്തു കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതെ, അതിലുണ്ട് നെയ്യാതെ. ഞാൻ എല്ലാത്തിൻ്റെ തലഭാഗത്തൊന്നും എടുത്ത് നോക്കട്ടെ, ഇങ്ങോട്ട് കാണിച്ചു തരാം. എടുത്തു കഴിയുമ്പോൾ കാണിക്കാം. രണ്ടു മൂന്ന് ട്രിപ്പങ്ങ് കഴുകി കഴിയുമ്പോൾ വെള്ളി പോലെ ഇരിക്കും. ഇത് കളയൂല നെയ്യാതെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം. ഒന്നുകൂടെ കഴുകണം, 2 ട്രിപ്പ് കഴുകണം. ഹായ്, ഇതേ അമ്മ നല്ല പെർഫെക്റ്റ്ലി ക്ലീൻ ചെയ്ത് മീൻ ഇവിടെ സ്ലൈസ് ആക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മീനും മാങ്ങയും അമ്മ വയ്ക്കാൻ പോവാ അല്ലേ, വൈകിട്ടത്തേക്ക്. അപ്പം നമുക്കിനി കാണാം. വൈകിട്ടത്തേക്ക് നാളെ ഉച്ചത്തേക്കും ഉള്ളതാണ്. അതെ, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, 2 നേരത്തേക്ക് എടുത്തോളൂ. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നോക്കിക്കോ. അല്ല, ഒരു മോണ്ടമാങ്ങ മീൻ മാങ്ങ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചേന്തി ആട്ടോ അരിയണേ, ഷേപ്പിലല്ല. അതേ കാണിച്ചു തരാം. ചേന്തി അരിയണം. ഇച്ചിരി വേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കുഞ്ഞ് സവോള, 2 പച്ചമുളക്. ഈ ഐറ്റംസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ തേങ്ങയുടെ കുറുകിയ 1/4 പാല്,
രണ്ടാം പാല്. ഒരു മുഴുത്ത തേങ്ങ പൊട്ടിച്ച് മൊത്തം ചിരണ്ടി എടുക്കാം. ചാറ് വേണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാനൊരു സ്വല്പം മൂന്നാം പാൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് മസാല ചൂടാക്കിയേച്ച് ഒഴിക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് മീൻ വേവിക്കാൻ വയ്ക്കാനാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് തവയിൽ എണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഈ പൊടി ഇട്ട് ചുമ്മാ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് വഴറ്റൊന്നുമില്ല. മറ്റേ ഉള്ളിയും ഇതുമൊക്കെ വഴറ്റുമ്പോഴാണ് എണ്ണ ഒഴിക്കേണ്ടത്. ഇപ്പം നമ്മൾ ചുമ്മാ ഇതിനാവശ്യമുള്ള ഇത് മാത്രം തയ്യാറാക്കുക കേട്ടോ. അല്ല, ചുമ്മാ ചൂടാക്കി എടുക്കുക. അപ്പം അതിനായിട്ട് പിരിയമുളക് പൊടി, അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ്. അതിന് ഇന്ന അളവൊന്നുമില്ല. അത് ഇച്ചിരി കളറും കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടി പിരിയമുളക് പൊടി ഇട്ടോ. ഒന്ന് ഇടി കൊടുങ്ങണല്ലേ. എരിവ് മുളക് പൊടി. കൂമ്പനെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വേണം. ഇച്ചിരി എരിവ് വേണ്ടേ, മീനും മാങ്ങയൊക്കെ ചേർക്കണമല്ലോ. മാങ്ങയ്ക്ക് പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. സ്വല്പം മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലി അതുപോലെ കൂടുതൽ വേണം. ഒരു കൂട്ടറെ മല്ലിപ്പൊടി. മല്ലി വേണം. മീൻ മാങ്ങയാകുമ്പോൾ മല്ലിപ്പൊടി ശരിക്ക് ചേർക്കണം. അപ്പം ഇത്രയും സംഭവം നമുക്കൊന്ന് വെറുതെ ഒന്ന് ചൂടാക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചേക്കണം. ഏറ്റവും ഫ്ലെയിം കുറച്ച്. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ പച്ചക്കുട്ട് മാറാനാട്ടോ ഇങ്ങനെ ചൂടാക്കണത്. എണ്ണയൊന്നുമില്ലാതെ ചൂടാക്കുക. ഒരു മിനിറ്റ് മതി. ചൂടാക്കി വെച്ച് നമുക്കത് ഈ പാല് അതിലേക്ക് ഒഴിക്കണം. ഈ പാല് അല്ല, മീൻ മാങ്ങയ്ക്ക് അങ്ങനെയാണ്. അത് കരിഞ്ഞു പോവാതെ മതി. ചൂടായ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയില്ലേ? ഇനി ഓഫ് ചെയ്യാം. കണ്ടോ? ഇനി ഓഫ് ചെയ്യുക. അധികം വൈകിക്കരുത്. പാല് മൊത്തം അതിലേക്ക് മൂന്നാം പാല് അത് ഒഴിക്കുക. അത് എന്നിട്ടൊന്ന് മാറ്റി വെച്ചേച്ച് കാണിച്ചു തരണ്ടേ. എന്നിട്ടൊന്ന് ചുറ്റിച്ച് മീനിലേക്ക് ഒഴിക്കണം. മിക്സാക്കി അതാ കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി. അതെ മതി. അല്ല, പറ്റിയില്ലെങ്കിൽ കയ്യിൽ ചേർത്താൽ മതിയല്ലോ എന്ന് കരുതിയില്ലേ. ഇതാണ് ഇതിൻ്റെ പൊടികളാണ്. പിന്നെ ലാസ്റ്റ് തിളച്ചൊക്കെ വാങ്ങാൻ നേരത്താണ് ഉലുവാപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ചേർക്കണം. അത് അന്നേരം കാണിക്കാം കേട്ടോ. അവിടെ ഒന്ന് ഇങ്ങോട്ട് വയ്ക്കാം. നമുക്ക് ചെയ്യാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചീനച്ചട്ടിയിൽ ഇത് ഇരിപ്പില്ലേ, അത് ഇച്ചിരി രണ്ടാം പാല് ഒഴിച്ച് ഒന്നോടെ ചുറ്റിച്ച് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കുറച്ച്. അത് എന്തിനാന്ന് വെച്ചാൽ പൊടികളുടെ ഇത് മൊത്തം ഇതിലേക്ക് മാറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ മസാല വഴറ്റാനുണ്ട്, ഉള്ളിയൊക്കെ. അപ്പം പൊടികൾ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്യണ എളുപ്പം. എല്ലാം മൊത്തം ഇങ്ങനെ സത്ത് ഇതിലേക്ക് വീണോട്ടെ എന്ന് കരുതിയിട്ടോട്ടെ. ഇനി ഇത് ഇളക്കാൻ പറ്റുമല്ലോ മീനായതുകൊണ്ട്. അപ്പം ഇത് ഒന്ന് ചുറ്റിക്കാം. ഉപ്പിട്ടിട്ടുണ്ട് കൊണ്ടോ, ഞാൻ ഉപ്പിട്ട് വെച്ചേക്കണം. അതാട്ടോ ഉപ്പ് ചേർക്കാത്തത്. എന്നിട്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. ഈ ടൈമിൽ തന്നെ വേപ്പില് മാങ്ങയും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പം മാങ്ങയുടെ പുളിയൊക്കെ അതിലേക്ക് പിടിച്ചോളും. ശരിക്കും കൈ കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. ഈ മീൻ അത്രയ്ക്ക് സോഫ്റ്റാണ്. തൊട്ടാൽ ഇത് ഉടയും, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അത് അതിലേക്ക് ചേർന്നോളും. ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അതിനെ വെളിച്ചെണ്ണ ചേർക്കണം മൂപ്പിക്കാൻ നേരത്ത്. നല്ല കറിയാണ് ഇത്. നല്ല കറിയാണ്, വെച്ച് കറി. ഇനി നമുക്ക് ഈ ബർണറിൽ നിന്ന് ഇത് മാറ്റി വെച്ചിവിടെ ഉള്ളി മൂപ്പിക്കാം. ഇത് അപ്പത്തിനും പുട്ടിനും എല്ലാത്തിനും നല്ലതാണ് അല്ലേ? ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ നല്ലതാണ് വെളിച്ചെണ്ണ. മീൻ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ വേണം. എത്രയായാലും മറ്റെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ സ്വാദ് മാറും. എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ചൂടാകുമ്പോഴേ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, സവോള കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എത്ര ചേർക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാൻ കേട്ടോ. ഇന്നതൊന്നുമില്ല, എത്ര ചേർത്താലും ഒരു ടേസ്റ്റിയാണ്. ഇതൊന്ന് ബ്രൗൺ നിറാവണ്ട, ഒന്ന് ഈ പറഞ്ഞ പോലെ പച്ചപ്പ് മാറി ഒന്ന് വഴന്ന് വന്നെ. എന്നിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് മൊത്തം മീനിലേക്ക് ചേർത്തിട്ട് മീൻ വേവിക്കാൻ വയ്ക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. മപ്പാസ് കറിക്ക് ഈ മാങ്ങ മപ്പാസിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ മാത്രമല്ലേ ഉള്ളൂ. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം മാങ്ങയിൽ തിരുമ്മി വെച്ച് മസാലകൾ വഴറ്റി ചേർത്താണ് തേങ്ങാപ്പാൽ വേവിക്കുന്നത്. അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് മാങ്ങ മപ്പാസ്. മാലിക്കറിയൊക്കെ കാണിച്ചിട്ടില്ല. പച്ച സ്മെല്ലൊക്കെ അങ്ങ് പോയി ഒരുവിധം ഹാഫ് ബോയിലായി അല്ലേ? ഇനിയിപ്പോൾ ഇത് മീൻ ചട്ടിയിലേക്ക് ചേർക്കാം.
ചേർത്തോ. നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. പകുതി രണ്ടാം പാലും കൂടെ ഒഴിച്ച് വേണം വെക്കാൻ. അതെ. പിന്നെ തികന്നിട്ട് ബാക്കി. ഇനി നമുക്ക് കുറച്ച് രണ്ടാം പാലും കൂടെ ചേർക്കാം. ഉപ്പിട്ടത് കൊണ്ടാട്ടോ ഉപ്പ് ചേർക്കാത്ത. ഉപ്പിട്ട് കഴുകി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ടായിരുന്നു. സ്വല്പം പാല് ചേർക്കാം. രണ്ടാം പാൽ അത് മതി. പിന്നെ വേവ് പെട്ടെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ് മീനായതുകൊണ്ട് പെട്ടെന്ന് കഴിയുമ്പോൾ നമുക്ക് പോരായ ഉപ്പ് അന്നേരം ഉണ്ടെങ്കിൽ നോക്കി വെച്ച് ചേർത്താൽ മതി. നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഒന്ന് ഇളക്കിക്കോട്ടെ ഇങ്ങനെ ചുറ്റിച്ച്. മതി. ഇനി ഇരുന്ന് വേവട്ടെ. അടക്കട്ടെ. അപ്പം നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചത് മീനൊക്കെ നന്നായിട്ട് വെന്തു. ഈ മീൻ എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവൂല. പിന്നെ മാങ്ങ വേവാനുള്ള താമസം ഉണ്ടായിരുന്നോളൂ. മൊത്തം വെന്തു. ഇനി ഇപ്പം നമുക്ക് കുറുകിയ തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് 2 പൊടികൾ ചേർക്കാനുണ്ട്. അതായത് ഗരം മസാലപ്പൊടിയും സ്വല്പം ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഒരു പിഞ്ച് കൂടുതൽ ചേർത്താൽ കഴിക്കും. ഉലുവാപ്പൊടി അത് മതി. മുളകാരനാണെങ്കിൽ ഇച്ചിരിയോടെ ചേർക്കാം. ഇതിപ്പോൾ പരി വീണുകൊണ്ട് അത്രയും മതി. പിന്നെ ഒരു പൊടിക്ക് ഗരം മസാല കേട്ടോ. അത് ഇച്ചിരി മതി. ഇതേ അതിപ്പോൾ പാലൊഴിക്കുമ്പോൾ തലപ്പാലൊഴിക്കുമ്പോൾ ശരി മിക്സ് ആയിക്കോളൂ കേട്ടോ. അതങ്ങനെ കിടക്കണ്ടെങ്കിൽ ഇളക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയാറില്ലേ, പൊടിഞ്ഞു പോകും. ഈ ചട്ടി ചൂടായതുകൊണ്ട് ചട്ടിയിൽ ഇന്നും കുറേ ചാറ് പറ്റി പോരാ ഈ കുഴപ്പം കഴിക്കാറാകുമ്പോഴത്തേക്ക്. നമുക്കിതേ കുറുകിയ പാല് ചേർക്കുക. മൊത്തം ചേർക്കുമല്ലേ? മൊത്തം ചേർക്കുക. പിന്നെ അപ്പം നല്ല കുറുകി കിട്ടും. കുറുകണമല്ലോ. കറി കുറുകണം, ചാറും വേണം, കുറുകയും ചെയ്യണം. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുഴുത്ത തേങ്ങയുടെ മൊത്തം ചിരണ്ടി പിഴിഞ്ഞു. ഇപ്പം ഒന്ന് ചുറ്റിക്കാട്ടോ. ചുറ്റിച്ച് നമുക്ക് ഓഫ് ചെയ്യാനൊക്കെയും ചൂടായിക്കോളും. അടിപൊളി. ഇനി ഒന്ന് തിളയ്ക്കണം. കഷ്ടി ശരിക്കും ഇതിള വേണ്ട. ഒന്ന് കൊതകൊതാ വരുമ്പോ ഇതിന് കടുക് പൊട്ടിക്കൂല കേട്ടോ. പൊട്ടിക്കണവർക്ക് പൊട്ടിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉള്ളി മൂപ്പിച്ച് ചേർക്കാം. അപ്പൊ ഒരു ഭംഗിയായിട്ടിരുന്നോളും. ചുമന്നുള്ളി കേട്ടോ. കടുക് വേണ്ട. ശരിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി അടുപ്പത്തുനിന്ന് മാറ്റുക. അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ ഇരുന്നാൽ കുറേ കുറുകി പോകും. അപ്പം ചൂടുള്ള അടുപ്പിലും കൂടെ ഇരുന്നാൽ ഒരുപാട് കുറുകി പോകും. നമുക്ക് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കാം. ഈ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഉള്ളി ഞാൻ ചുവന്നുള്ളി ആട്ടോ. അതെ, ചുവന്നുള്ളി അരിഞ്ഞിട്ട് എണ്ണ ഓൾറെഡി അതിലുണ്ടല്ലോ. ഈ തേങ്ങാപ്പാൽ തന്നെ എണ്ണയല്ലേ. പിന്നെ ഈ ഉള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിച്ച് ചേർത്തതും വെളിച്ചെണ്ണ തന്നെയല്ലേ. അപ്പം എണ്ണ അധികം ചെല്ലണ്ട. അതാ ഞാൻ കുറച്ച് ഉള്ളി കരിയാതിരിക്കാൻ വേണ്ടി സ്വല്പം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് മൂപ്പിക്കാൻ കേട്ടോ. ഉള്ളി മൂപ്പിച്ചത്, ചുവന്നുള്ളി മൂപ്പിച്ചത് മീനിലേക്ക് ചേർത്തു. ഇനി ഒരു 5 മിനിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്താലേ മാങ്ങയുടെ പുളി മീനിലേക്ക് പിടിക്കുള്ളൂ. അല്ല, പറയണ മുഴുവൻ കേൾക്കുക. കാരണം കംപ്ലീറ്റ് ദശപ്പുള്ള മീനായതുകൊണ്ട് നമ്മൾക്ക് അതിലേക്ക് പിടിച്ച് കിട്ടണം അരപ്പല്ല. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം 5:45 ഞാൻ വൈകിട്ടത്തേക്ക് ഉദ്ദേശിച്ചാണ് ഇപ്പം ചെയ്തത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് ചുമ്മാ കഴിക്കണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്ത് കഴിച്ചു നോക്കാം. അപ്പം കഴിക്കാം. അത് അല്ലെങ്കിൽ പിന്നെ ശരിയാവും. അല്ല, അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടി പിടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതിലേക്ക് ഇറങ്ങൂല പുളിപ്പം. ഇച്ചിരി ഇപ്പം പൊതി പിടിച്ചിട്ട് നിൽക്കാഞ്ഞിട്ട് ഇച്ചിരി ചാറുതാന്നും പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ സ്വല്പം ഒരു മാങ്ങാ കഷ്ണം ഇച്ചിരി ചാറ് കൊടുക്കാം. കാരണം ഇതിലേക്ക് കഷ്ണത്തിലേക്ക് ഒന്നും കയറിയിട്ടില്ല. വെച്ച് വാങ്ങിയുള്ളത് ആവി വറക്കണം. ഈ മാങ്ങാ കഷ്ണം ആകുമ്പോൾ നല്ല പുളിപ്പുണ്ടല്ലോ. ഈ മൂവാണ്ട മാങ്ങ ആയതുകൊണ്ട് അതിന് പുളിപ്പ് വളരെ കുറവുള്ള ഇതാണ്. അപ്പം പിന്നെ അതിലേക്ക് പിടിച്ചു വരും. വൈകിട്ട് മീൻ കഷ്ണം കൂട്ടി ഫുഡ് കഴിക്കണം കാണിക്കാം. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, ചിലപ്പോൾ പുട്ടായിരിക്കും. ഏതാണ് തീരുമാനിച്ചില്ല. എൻ്റെ സൗകര്യം അനുസരിച്ച് ഞാൻ ചെയ്യും. ഏതെങ്കിലും ഒരു കൂട്ടം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. മീൻ കഷ്ണം ഇല്ലാട്ടോ ഇപ്പൊ ഇതിലേക്ക്. അതെ, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഇതാണോ ഒന്നും കയറാതെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിക്കാട്ടോ.
അപ്പോൾ ബ്രെഡ് ഒരു ചെറിയ പീസ് എടുക്കുക, ഇതിലൊരു മുക്കുക ചാറിൽ. ഓ ഭയങ്കര ചൂടാട്ടോ ഒന്ന്. എന്നിട്ട് ഒരു പിടി അങ്ങ് പിടിക്കുക. ഓ എന്താ ഒരു ടേസ്റ്റ്. വെരി യമ്മി, ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നിങ്ങളുടെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. വെരി ടേസ്റ്റി. അപ്പതേ കഴിക്കാൻ വന്നു. എന്റെ പാത്രം എടുത്തോണ്ട് പോയിട്ടോ. ഇതൊക്കെ ഇങ്ങനെ കഴിക്കണേ. ശരിക്കും പിടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്റെ ചാറ് കുറെ എടുത്തോണ്ട് പോയിട്ടോ. ഇനി എനിക്ക് കുറച്ചുകൂടി ചാറ് വേണം.